ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പം എന്താ ഇന്ന് ഞാൻ രാവിലെ ഒരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വലിയ ഗാർഡനിങ് ഒന്നും അല്ല കേട്ടോ, ഒരു ചെറിയ സിമ്പിൾ ഗാർഡനിങ് ആണ് എൻ്റെ താല്പര്യം. കണ്ടോ, ചെറിയ രീതിയിൽ വലിയ അത്യാവശ്യം ചെടികളൊക്കെ വെച്ച് കിളിപ്പിച്ചിട്ടുണ്ടല്ലോ, വലുതായിട്ടൊന്നുമില്ല. ഇപ്പോൾ ഈ ചടിച്ചട്ടി നിങ്ങൾ കണ്ടത് ഒരു ചെറിയ ചെടി എടുത്ത് ഞാൻ കുഴിച്ച് വെച്ചത്, അത് അത്രേ ആയിട്ടുള്ളൂ. എന്നാണ് കുറച്ച് കണ്ടോ, അത്രയുള്ള ചെടികളൊക്കെ ഉള്ളൂ. കുറച്ച് ഇലച്ചെടികൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ചെടിച്ചട്ടിയിലെല്ലാം കുറച്ച് ഇലച്ചെടികൾ മാത്രമേ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ വേണ്ട ആ ഭാഗത്തൊക്കെ തെറ്റിയാണിത് കേട്ടോ, തെറ്റിപ്പൂ. നല്ല കളറാണ് ഈ തെറ്റിപ്പൂവിൻ്റെ. ഇത് ഒത്തിരി നാളെടുത്തിട്ടാണ് പിടിച്ചത്. ഇപ്പം പിന്നെ വീടിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് കുറേ തുളസികൾ വരുന്നുണ്ട്. തുളസി ചെടിയാണ് ഈ കാണുന്നത്. ഒത്തിരി ആയിട്ടുണ്ട്. മറ്റേ തുളസി ഇല്ലായിരുന്നു ഇവിടെ. അങ്ങനെ ഇപ്പം എന്താ ഒത്തിരി തുളസി ചെടിയായി, നല്ല രീതിയിൽ ഇലയും വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചട്ടിയിലൊരു ചെറിയ ചെടി വെച്ചിട്ടുണ്ടായിരുന്നത്, അതിന് ഒട്ടും മണ്ണില്ലാതെ മഴയായിരുന്നുകൊണ്ട് ഇപ്പം പുറത്തോട്ടൊന്നും ഇറങ്ങത്തില്ലായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ വിചാരിച്ച് കുറച്ച് ചെടിച്ചട്ടിയിലൊക്കെ കുറച്ചൊക്കെ മണ്ണൊക്കെ നീക്കിയിട്ട് ഒന്ന് ഇത് ചെയ്യാമെന്ന്. പക്ഷേ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇത്ര മണ്ണൊക്കെ നല്ല കുഴഞ്ഞു കിടക്കും. അത്യാവശ്യം ഞാൻ ചെടിച്ചട്ടിയൊക്കെ അങ്ങനെ ഇരുന്നതൊക്കെ ഒന്ന് നോത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മണി പ്ലാന്റാണ് ഞാൻ ആ പൈപ്പിനകത്ത് ഇത് കേട്ടിട്ട് വെച്ചിരിക്കുന്നത്. മണി പ്ലാന്റിൻ്റെ ഇലയൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. മഴ ആയപ്പോഴത്തേക്ക് അത് ഒരുപാട് ഇതായിപ്പോയി. ഇതിൽ ഇരിക്കുന്നതൊക്കെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് നിരത്തി വെച്ചിരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഈ ചെടിയൊക്കെ നല്ല രീതിയിൽ ഇല വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് മഴ ആയപ്പോഴത്തേക്ക് ഒത്തിരി അങ്ങ് പന്നലായ പോലായി. ഒരുപാട് മഴ കൂടുന്നതുകൊണ്ടായിരിക്കും. പിന്നെ ഇതെല്ലാം വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വെച്ചിരുന്ന ചെടിച്ചട്ടികളാണ്. അപ്പം എന്താണ്ട് ഞാൻ അവിടെ എല്ലാം മണ്ണ്, ചെടിച്ചട്ടി എന്നുള്ളത് മണ്ണൊക്കെ അത്യാവശ്യം എന്നും ഇങ്ങനെ കയ്യിലിരിക്കുന്ന ചെറിയ സാധനം വെച്ചിട്ട് ചെയ്യാറുണ്ട്, ഇളക്കി ചെയ്യാറുണ്ട്. പിന്നെ ദാണ്ട് ഇത് കണ്ടോ, ഞാനിങ്ങനെ മണ്ണ് കൂട്ടി കൂട്ടി ഇടുവാണ്. ഇവിടെയൊക്കെ മണ്ണ് കൂട്ടി ഇടാൻ കിടപ്പുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി മണ്ണ് കൂട്ടും. ചിലപ്പം ആ മണ്ണ് തന്നെ കുറേ ആകുമ്പോൾ അങ്ങ് പോവും. ഇവിടെ എല്ലാം മണ്ണ് കൂട്ടി വെച്ചിരുന്നതാണ്. ഇതാണ്, ഇത് കണ്ടോ, നല്ല രസമാണ് ഈ ചെടി നിൽക്കുന്നത്. ഒരു ഇച്ചിരി കമ്പ് മാത്രം വെച്ച് കൊടുത്താൽ മതി, ഇത് മൊത്തം അങ്ങ് പടർന്നു വരും. ഇത് നമ്മൾ കണ്ടിട്ടില്ലേ, നമുക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ എല്ലാ വീടുകളിലും കാണുന്നതാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല, ഒന്ന് കമൻറ്റ്സ് ചെയ്യണേ. ഇത് അറിയാമല്ലോ എല്ലാവർക്കും, നമ്മൾ ബന്ദി എന്നാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ്സ് ചെയ്യണം കേട്ടോ. പിന്നെ ദാണ്ടേ ഇത് മറ്റേ സൺഫ്ലവർ എന്ന് പറയത്തില്ലേ, സൂര്യകാന്തി. ഞങ്ങളുടെ നാട്ടിലെ പേരാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യണം. ഇത് സാധാ ചെമ്പരത്തിയാണ്. ഇവിടെ എല്ലാം മറ്റേ പച്ച കളറിലെ ഇലച്ചെടി ഉണ്ടല്ലോ, ഇതിൻ്റെ പേരൊന്ന് പറയണേ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ കണ്ടി കാണുന്ന ഇല. ഞാൻ മൊത്തവും എനിക്ക് ഫ്ലവറിനെക്കാട്ടി തോനെ ഈ ഇലച്ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നത്. പിന്നെ ഞാൻ അത്യാവശ്യം ഈ ചെടി ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. ഇത് കമ്പ് വെച്ച് കിളിച്ച് വരാൻ പാടാണെങ്കിലും അത്യാവശ്യം വെക്കും. പിന്നെ ബന്ദിയൊക്കെ നേരത്തെ അരി ഇട്ട് കൊടുത്തതാണ് കേട്ടോ. കിളിച്ചിട്ട് ഈ അരി മഴയ്ക്ക് മുമ്പേ ഇങ്ങനെ വെതറുമല്ലോ നമ്മൾ. അപ്പം വെതറിയതിന് ശേഷം ആ മഴയത്ത് ഒന്ന് പച്ച പിടിച്ച് വന്ന് പൂ പിടിച്ച് നിൽക്കുവാണ് മുട്ടയ്ക്കായിട്ട്. ഇത് അത്യാവശ്യം നല്ലൊരു ചെടിയാണ്. എനിക്കിതിൻ്റെ പേരറിയത്തില്ല. ഞാൻ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇത് വാങ്ങി കൊണ്ടുവച്ചതാണ്. പക്ഷെ നല്ല പൂവ്. ഇതിൻ്റെ പേരെന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. പിന്നെ എല്ലാത്തരം ചെടിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം ഇലച്ചെടികളോടാണ് എനിക്ക് ഭയങ്കര ക്രേസ്. വലിയ പൂവുള്ള ചെടികളൊന്നും ഞാൻ അങ്ങനെ വെക്കാറില്ല. പിന്നെ ഇനി ഞാൻ പറഞ്ഞില്ലേ, ചെവിട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മിക്കവാറും ഒരാഴ്ച കൂടുമ്പോൾ ഞാൻ ഇതിനെല്ലാം മണ്ണ് കൂട്ടി കൊടുക്കാറുണ്ട്. ഇപ്പോൾ മഴയായപ്പോഴത്തേക്ക് ആ മണ്ണ് എല്ലാം ഒലിച്ച് ഒരു പരുവായി കിടക്കും. പിന്നെ ഇങ്ങനെ മഴ മാറുമ്പോൾ പിന്നെയും ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അവിടെ മണ്ണൊക്കെ ഒട്ടും ഇല്ല കേട്ടോ, ചെടിയുടെ ആ സൈഡിലായിട്ടൊന്നും ഒട്ടും ഇല്ല. അങ്ങനെ ദാണ്ട് ആ ഇലച്ചെടികൾക്കൊക്കെ എല്ലായിടത്തും മണ്ണ് കൂട്ടിയിടേണ്ട ഇതുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരാഴ്ച കൂടുമ്പോൾ ഞാനിങ്ങനെ കിളച്ച് കൊടുക്കാറുണ്ട്. നല്ല ഉണക്കാണെങ്കിൽ വലിയ പാടാണ്. ഇപ്പോൾ മഴയായി കിടക്കുന്നതുകൊണ്ട് ആ മണ്ണിങ്ങനെ ഇളകി മാറുന്നത്. ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ്. ഈ മഴയാകുമ്പോഴത്തേക്ക് നമുക്കൊരു ചെടിക്കൊരു പച്ചപ്പ് തോന്നും. അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം. എന്താ ഗൈസ്, ഇത് കണ്ടോ, ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ കുറ്റിച്ചെടി, ഞാനിങ്ങനെ വീട് കയറി വരുന്ന ആ ഭാഗത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിപ്പോഴങ്ങ് വെച്ചിട്ടുള്ളതല്ല, നേരത്തെ വെച്ചിട്ടുള്ളതാണ്. ഇത് കണ്ട് ഒരു കിഴങ്ങിൽ നിന്നുണ്ടാകുന്ന ഒരു ചെടിയാണ് ഇത്. ഇതിന് ഇപ്പോഴാണ് ഇത് പൂക്കുന്ന സമയം. ആ പൂവിൻ്റെ പേര് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കണ്ടോ, ആ കുറ്റിച്ചെടികൾ ഞാനിങ്ങനെ നിരത്തി ഒരേ ലെവലിലാണ് അത് കിളിച്ച് നിൽക്കുന്നത്. നമ്മൾ കയറി വരുന്ന വഴിയുടെ ഭാഗത്തായിട്ടാണ് ഈ ചെടിയൊക്കെ കാണുന്നത്. നമ്മൾ
ഇതുണ്ടാ കാണുന്നുണ്ടോ? ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ചുവട്ടിലായിട്ടൊന്നും ഒന്നും അത്യാവശ്യം മണ്ണൊന്നുമില്ല. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ മണ്ണ് കൂട്ടി നോക്കിയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ മഴയായതുകൊണ്ടായിരിക്കും ഇങ്ങനെ മിക്കവാറും ഞാൻ മണ്ണ് കൂട്ടി കൂട്ടി വെച്ച് കൊടുക്കുന്നതാണ്. മഴയൊക്കെ പെയ്തിട്ട് വേണ്ട ആ ചെടിയുടെയൊക്കെ ആ ചെടിച്ചട്ടിയിൽ നിന്നൊക്കെ ആണെങ്കിൽ ചെടി അങ്ങ് മറഞ്ഞു പോകും കാറ്റും മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ അതാണ്ട് അടുത്ത ഇതെന്താണെന്നറിയാമോ? ഓർക്കിഡാണേ. ഓർക്കിഡ് ഇതിൻ്റെ വയലറ്റ് ഉണ്ടായിരുന്നു. ഇത് മറ്റേ വെള്ള കളറിലെ ഓർക്കിഡാണ്. ഇത് ഒത്തിരി നാൾ പൂ പിടിക്കാതിരുന്നിട്ട് പിടിച്ചതാണ്. പിന്നെ അതാണ്ട് ഇവിടെ കുറച്ച് ചെടികൾ ഞാൻ ആ കുറ്റി ചെടികൾ ഫ്രണ്ടിൽ കാണിച്ച ചെടികൾ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒട്ടും മണ്ണില്ല. ഈ മണ്ണ് ഞാൻ പറഞ്ഞില്ലേ, മണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇട്ട് കൊടുക്കുമെങ്കിലും ഈ മണ്ണ് ഇങ്ങനെ കുറേ ആകുമ്പോഴത്തേക്ക് അതങ്ങ് മാറിക്കൊണ്ടിരിക്കും. മഴ പെയ്താൽ പിന്നെ ഒട്ടും മണ്ണ് കാണത്തില്ല. അതിൻ്റെ വേരെല്ലാം അങ്ങ് തെളിഞ്ഞ് തെളിഞ്ഞ് നിൽക്കും. പിന്നെ അവിടെ ഇങ്ങനെ നിരത്തി, അവിടെ സൈഡ് വാളാണ് കെട്ടിയിരിക്കുന്നത്. ആ സൈഡ് വാളിൻ്റെ സൈഡിലായിട്ട് ഞാനിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. മറ്റേ നമ്മൾ കയറി വരുന്നപ്പോൾ കണ്ടില്ലേ, അവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്ന പോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മണ്ണ് കൂട്ടി ഇട്ട് കൊടുക്കും. അത്യാവശ്യം അത് മുകളിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം നേരത്തെ ഇപ്പോഴല്ല, കുറച്ച് നാളായി ഞാൻ വെച്ചിട്ട്. കഴിഞ്ഞ ഒരു മഴ സമയത്ത് ഞാൻ വെച്ചതാണ്. അപ്പോൾ അത്യാവശ്യം അത് മേലോട്ട് ഇതായിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതാണ് പരിപാടി, മണ്ണ് കൂട്ടിയിട്ട് കൊടുക്കും. പിന്നെ ഉണക്കാകുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കും. ഉണക്കാകുമ്പോൾ അറിയാമല്ലോ, നമ്മൾ എത്ര വെള്ളം ഒഴിച്ചിട്ടായാലും ചെടികൾ മേലോട്ട് വരാൻ വലിയ പാടാണ്. പക്ഷേ മഴയാകുമ്പോഴത്തേക്കല്ല, നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ ചെടിക്കൊക്കെ നല്ലൊരു പച്ചപ്പും ആ ചെടികൾ അത്യാവശ്യം പെട്ടെന്ന് വളരുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നല്ല മണ്ണെല്ലാം കൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മണ്ണ് കൂട്ടിയെല്ലാം അവിടെ ഇട്ട് കൊടുത്തു. അങ്ങനെ ദാണ്ടേ അവിടെ എല്ലാം മണ്ണ് കൂട്ടി ഇട്ട് കൊടുത്ത് അതിൻ്റെ ചുവട്ടിലൊക്കെ അത്യാവശ്യം മണ്ണായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മഴ പെയ്യുമ്പോഴത്തേക്ക് നല്ല പച്ചപ്പിൽ ഇങ്ങനെ വരും. ഉണക്കത്താണെങ്കിൽ നല്ല വെള്ളം ഒഴിച്ച് മടുക്കും. അതിന് ആ മഴയത്തണ്ട ആ കൂട്ടി വെച്ചിരുന്ന മണ്ണൊക്കെ ഒലിച്ച് പോയതാണ്. അത്യാവശ്യം പൂവൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്ന് വലുതായിട്ട് വന്നിട്ടുണ്ടത്. ഇങ്ങനെ നിരത്തി നല്ല രസമാണ്. ഇത് പിടിച്ച് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിലൊരു കുറ്റിയായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. നമുക്ക് അത്യാവശ്യം ചിലരൊക്കെ വെട്ടിയിട്ട് കൊടുക്കുന്നതും കാണാം. ഇതൊരു തെറ്റിയാണ്. ഞാൻ കുറേ നാളായി ഇത് കൊണ്ടുവച്ചിട്ട്. പക്ഷേ ഇപ്പോഴാണ് അതിനകത്ത് മുട്ട് പിടിക്കുന്നത്. ഏത് തെറ്റിയാണെന്ന് അറിയത്തില്ല. പൂ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ദാണ്ട് ഇവിടെ എല്ലാം തെറ്റി വെച്ചിട്ടുണ്ട്. തെറ്റിയാണ് കാണുന്നത്. ഇവിടെ എല്ലാം ഉണ്ട്. ദാണ്ട് ഇതൊക്കെ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചില്ല. ഇതെല്ലാം ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ചട്ടിയിൽ അത്യാവശ്യം നിരത്തി വെച്ചിരുന്നതാണ്. അപ്പം പിന്നെ മഴയായപ്പോൾ ഞാൻ നല്ല ഉണക്കടിച്ചപ്പോൾ ഇത് എടുത്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഈ മഴയത്തായപ്പോഴത്തേക്ക് പിന്നെ ഒരു പച്ചപ്പൊക്കെ കണ്ട് തുടങ്ങി. നമുക്കറിയാമല്ലോ, മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കാണ് ചെടിക്ക് ഒരു പച്ചപ്പൊക്കെ വരുന്നത്. നമ്മൾ ഉണക്കത്ത് എത്ര വെള്ളം ഒഴിച്ചാലും ആ ചെടി അങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ. കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ആ പച്ചപ്പിലോട് ആ മഴയൊക്കെ പെയ്ത് ചെടിക്കൊക്കെ ഒരു ഉണർവ് കിട്ടി നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചെറിയ സിമ്പിൾ ഗാർഡനിങ് ആണിത്. അതുകൊണ്ട് ഇത് ഒരു പനിനീർ റോസ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നത് കമൻറ്റ് ചെയ്യണേ. ഒരു സൈസ് റോസ് കളറല്ല, ഇത് അത്യാവശ്യം ചെറുതാണ്. വലുതാവുന്ന റോസയാണ്. പിന്നെ ഓരോരോ ചെടികളും ഇങ്ങനെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം മഴയായപ്പോൾ ഞാൻ കുറച്ചൊക്കെ അവിടെ നിന്ന് കൊണ്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി നേരത്തെ കാണിച്ചില്ലേ, ഇത് കുറ്റിച്ചെടി. ആ കുറ്റിച്ചെടി എത്രയും വലുതായത്. ഇതിൽ നിന്ന് കട്ട് ചെയ്താണ് മറ്റേതെല്ലാം ഞാൻ വെച്ചത് കേട്ടോ. അപ്പോൾ ഇതാ ജമന്തി. ഇതാണ്ട് വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, ഞാനൊരാൾ തന്നിട്ട് കൊണ്ടുവച്ചതാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു കിഴങ്ങിൽ നിന്നുണ്ടാവുന്ന അത് വർഷത്തിലൊരിക്കലാണ് ആ പൂ പിടിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചെറിയ സിമ്പിൾ ഗാർഡനിങ് ആണ്. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ്സ് ചെയ്യണം, എല്ലാം ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക്, സപ്പോർട്ട്, കമൻറ്റ്സൊക്കെ ഇടണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഈ ചെടിയൊക്കെ ഞാൻ ഇവിടെ അത്യാവശ്യം എല്ലാം ചെയ്ത് കുറേയൊക്കെ മണ്ണില്ലാത്തടത്തൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ടാറ്റാ, ബൈ.